ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേവോ നമോ നമ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 10ാം സ്കന്ധം അധ്യായം 51 ഒരു വിശദമായ വിവരണമാണ് നമുക്ക് ഈ ക്ലാസ്സിൽ കേൾക്കാനാവുക. മുചുകുന്ദ മോക്ഷം എന്ന അധ്യായമാണ് ഇന്ന് നമുക്ക് സമ്മറി ആയിട്ട് കേൾക്കാൻ പറ്റുക. അതായത് കാലയവനൻ മുചുകുന്ദന്റെ തീഷ്ണമായ നോട്ടത്താൽ കത്തിച്ചാമ്പലാവാൻ ഭഗവാൻ ഇടവരുത്തുന്നതെങ്ങനെയെന്ന് വർണ്ണിക്കുന്ന ഈ അധ്യായത്തിൽ മുചുകുന്ദനുമായി കൃഷ്ണൻ നടത്തുന്ന സംഭാഷണവും ഉൾപ്പെടുന്നു. കുടുംബാംഗങ്ങളെ ആകമാനം ദ്വാരകയിലെ കോട്ടയ്ക്കുള്ളിൽ സുരക്ഷിതരാക്കിയ ശേഷം ശ്രീകൃഷ്ണൻ മധുരയിൽ നിന്ന് പുറത്തു വന്നു. ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ കാണപ്പെട്ട ശ്രീകൃഷ്ണ ഭഗവാന്റെ ജ്വലിക്കുന്ന ശരീരം നാരദന്റെ ഭഗവാനെ കുറിച്ചുള്ള വർണ്ണനയുമായി യോജിക്കുന്നതായി കാലയവനൻ കണ്ടു. അങ്ങനെ അത് ഭഗവാൻ തന്നെയെന്ന് കാലയവനു മനസ്സിലായി. ഭഗവാന്റെ കയ്യിൽ ആയുധമൊന്നുമില്ലെന്ന് കണ്ട കാലയവനൻ സ്വന്തം ആയുധങ്ങളും മാറ്റിവെച്ചിട്ട് കൃഷ്ണനുമായി കൈയോട് കൈ യുദ്ധം ചെയ്യാനായി ഭഗവാന്റെ പിന്നാലെ ഓടി. ഓരോ അടിയിലും കാലയവനന്റെ പിടിക്കപ്പുറം അകലം പാലിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഓടുകയും കുറെ അകലെ ഒരു പർവ്വത ഗുഹയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഓടുന്ന വഴിയിലൊക്കെ അവൻ ഭഗവാനെ ഭർസിച്ചും അപമാനിച്ചും കൊണ്ടേയിരുന്നു. അയാളുടെ ദുഷ്കർമ്മ ഫലം ഒടുങ്ങിയിട്ടില്ലാത്തതിനാൽ ഭഗവാനെ പിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണൻ പ്രവേശിച്ച ഗുഹയിൽ ഭഗവാനെ പിന്തുടർന്ന് ചെന്ന കാലയവനൻ നിലത്തൊരാൾ കിടക്കുന്നത് കണ്ടു. അത് ശ്രീകൃഷ്ണനാണെന്ന് കരുതി ഒരു ചവിട്ട് കൊടുത്തു. ഉറങ്ങിക്കിടന്നയാൾ ദീർഘകാലമായി നിദ്രയിലാണ്ടിരിക്കുകയായിരുന്നു. അതിശക്തമായി ഉറക്കത്തിൽ നിന്ന് ഉണർത്തപ്പെട്ടപ്പോൾ കുപിതനായി നാലുപാടും നോക്കിയ അയാൾ കാലയവനനെ കണ്ടു. അത്യുഗ്രമായി അയാൾ നോക്കിയപ്പോൾ കാലയവനന്റെ ശരീരത്തിൽ തീ പാറുകയും ഒരു നൊടിയിൽ ആ അഗ്നി അയാളെ ചാരമാക്കുകയും ചെയ്തു. മാന്താതാവിന്റെ പുത്രനായ മുചുകുന്ദനായിരുന്നു ഈ അസാധാരണ വ്യക്തി. ബ്രാഹ്മണ സംസ്കാരത്തിന്റെ തത്വങ്ങൾ ശ്രദ്ധയോടെ പാലിച്ചു പോന്ന ഇദ്ദേഹം തന്റെ വാക്കിനോട് സത്യസന്ധത പുലർത്തിയിരുന്നു. മുൻകാലത്ത് ഏറെ വർഷങ്ങൾ ദേവന്മാരെ അസുരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ഇദ്ദേഹം സഹായിച്ചു പോന്നിരുന്നു. ദേവന്മാർക്ക് കാർത്തികേയനെ രക്ഷിതാവായി ലഭിച്ചപ്പോൾ അവർ മുചുകുന്ദനെ വിശ്രമിക്കാൻ വിട്ടയക്കുകയും മോക്ഷമൊഴിച്ചുള്ള എന്തു വരവും ചോദിച്ചു കൊള്ളാൻ ആവശ്യപ്പെടുകയും ചെയ്തു. മോക്ഷം നൽകാൻ വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിദ്രയിൽ മുഴുകാനുള്ള വരമാണ് മുചുകുന്ദൻ ദേവന്മാരിൽ നിന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഈ ഗുഹയ്ക്കുള്ളിൽ അയാൾ നിദ്രയിലാണ്ട് കിടന്നത്. കാലയവനന്റെ ആഹുതിക്ക് ശേഷം കൃഷ്ണൻ തന്നെ മുചുകുന്ദന് കാട്ടിക്കൊടുത്തു. കൃഷ്ണ ഭഗവാന്റെ അനുപമ സൗന്ദര്യം കണ്ട് അയാൾ അത്ഭുത സ്തബ്ധനായി. അയാൾ താൻ ആരാണെന്ന് വെളിപ്പെടുത്തിയിട്ട് ഭഗവാൻ ആരാണെന്ന് ചോദിച്ചു. അയാൾ ഇങ്ങനെ പറഞ്ഞു: ഏറെക്കാലം ഉറങ്ങിയിരുന്നതിന്റെ ഫലമായി ഏറെ ക്ഷീണിതനായിരുന്ന ഞാൻ ഈ ഗുഹയിൽ നിദ്രാസുഖം ആസ്വദിച്ച് കഴിയുകയായിരുന്നു. ഏതോ അപരിചി തന്നെ എന്നെ ശല്യപ്പെടുത്തി. അവന്റെ പാപകർമ്മ ഫലമായി അവൻ ചാരമായി തീരുകയും ചെയ്തു. ഹേ ശത്രുനാശകനായ ഭഗവാനെ, അങ്ങയുടെ മനോഹര രൂപം ദർശിച്ചത് എന്റെ മഹാഭാഗ്യമാണ്. ശ്രീകൃഷ്ണൻ താൻ ആരാണെന്ന് പറയുകയും മുചുകുന്ദനോട് എന്തെങ്കിലും വരം ചോദിച്ചു കൊള്ളാൻ പറയുകയും ചെയ്തു. ഭൗതിക ജീവിതത്തിന്റെ നിരർത്ഥകത മനസ്സിലാക്കിയ ബുദ്ധിമാനായ മുചുകുന്ദൻ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിക്കാനുള്ള അനുമതി മാത്രം മതി എന്ന് പറഞ്ഞു. ഈ അപേക്ഷ കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ മുചുകുന്ദനോട് ഓതി:
എന്റെ ഭക്തന്മാർ ഒരിക്കലും ഭൗതികമായ ആഗ്രഹങ്ങളാൽ വ്യാമോഹിതരാകുന്നില്ല. മനസ്സിൽ നിസാരങ്ങളായ മോഹങ്ങൾ വെച്ചു പുലർത്തുന്ന യോഗികളും ഊഹാപോഹങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന തത്വചിന്തകന്മാരുമാണ് ഭൗതിക നേട്ടങ്ങൾ നൽകുന്ന വരങ്ങളിൽ തൽപരരാകുന്നത്. പ്രിയപ്പെട്ട മുചുകുന്ദ, അങ്ങേക്ക് എന്നിൽ നിത്യമായ ഭക്തിയുണ്ട്. എന്നിൽ തന്നെ മനസ്സുറപ്പിച്ചുകൊണ്ട് ഒരു യോദ്ധാവെന്ന നിലയിൽ അങ്ങ് നടത്തിയ വധങ്ങളിൽ നിന്നുണ്ടായ പാപത്തിൽ നിന്ന് മുക്തി നേടാൻ വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അടുത്ത ജന്മത്തിൽ അങ്ങൊരു ഉത്തമ ബ്രാഹ്മണനായി എന്നെ പ്രാപിക്കാൻ അർഹനായി തീരും. ഇപ്രകാരം ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിച്ചു. അപ്പോൾ വിശദമായിട്ട് നമുക്ക് ശ്ലോകങ്ങളിലൂടെ കാണാം. ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഉദിച്ചുയരുന്ന ചന്ദ്രനെ പോലെ ഭഗവാൻ മധുരാപുരിയിൽ നിന്ന് പുറത്തു വരുന്നത് കാലയവനൻ ദർശിച്ചു. ശ്യാമവർണവും മഞ്ഞപ്പട്ടും മാറിലെ അടയാളമായ ശ്രീവത്സവും കഴുത്തിലെ കൗസ്തുഭവും ദീർഘമായ 4 കൈകളും സുപ്രന്നമായ വദന പങ്കജവും താമരപ്പൂ പോലുള്ള അരുണാഭമായ നയനങ്ങളും പ്രകാശിക്കുന്ന കവിൾത്തടങ്ങളും ശുദ്ധമായ മന്ദഹാസവും മകരകുണ്ടലങ്ങളുമായി ഭഗവാൻ അതീവ സുന്ദരനായി കാണപ്പെട്ടു. യവനൻ ചിന്തിക്കുകയായി, നാരദൻ പറഞ്ഞ എല്ലാ അടയാളങ്ങളുമുള്ള ഈ വ്യക്തി വാസുദേവൻ തന്നെ ആയിരിക്കണം. അദ്ദേഹത്തിന് ശ്രീവത്സം എന്ന മറുകും 4 കരങ്ങളും താമരപ്പൂ പോലുള്ള കണ്ണുകളുമുണ്ട്. വനമാല ധരിച്ച ഇദ്ദേഹം അത്യധികം സുന്ദരനുമാണ്. ഇത് മറ്റാരുമാവാൻ ഇടയില്ല. അദ്ദേഹം കാൽനടയായി നിരായുധനായി വരുന്നത് കണ്ട് ഞാനും ആയുധങ്ങളില്ലാതെ തന്നെ പോരാടും. ഇങ്ങനെ തീരുമാനിച്ച് അയാൾ പിന്തിരിഞ്ഞോടിയ ഭഗവാന് പിന്നാലെ ഓടി. മഹായോഗികൾക്ക് പോലും പ്രാപിക്കാനാകാത്ത ശ്രീകൃഷ്ണനെ പിടിക്കാമെന്ന് കാലയവനൻ വ്യഥ മോഹിച്ചു. ഭാവാർത്ഥത്തിൽ പറയുന്നു, സുന്ദരനായ ഭഗവാനെ സ്വന്തം കണ്ണുകളാൽ നേരിട്ട് കണ്ടിട്ടും കാലയവനന് ശ്രീകൃഷ്ണ ഭഗവാനെ വേണ്ട വിധം അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ കൃഷ്ണനെ പൂജിക്കുന്നതിന് പകരം അയാൾ ആക്രമണത്തിന് ഒരുങ്ങുകയാണ് ചെയ്തത്. ഇതുപോലെ തന്നെയാണ് ഇന്ന് ആധുനികരായ മനുഷ്യർ തത്വശാസ്ത്രവും നിയമവും വ്യവസ്ഥിതിയും മതം പോലും അടിസ്ഥാനമാക്കി ഭഗവാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഓരോ അടിവയ്പിലും പിടികെട്ടുമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലയവനനെ അകലെ ഒരു പർവ്വത ഗുഹയിലേക്ക് നയിച്ചു. പിന്തുടരുന്ന വഴിക്കെല്ലാം യവനൻ ഭഗവാനെ, യദുകുലത്തിൽ ജനിച്ചവനല്ലേ നീ, ഇങ്ങനെ ഓടുന്നത് നിനക്ക് ഉചിതമല്ലല്ലോ എന്ന് പറഞ്ഞ് ശകാരിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് അവന്റെ പാപഫലം നീങ്ങി പോകാത്തതിനാൽ കാലയവനന് ഭഗവാനെ തൊടാനേ സാധിച്ചില്ല. ഇങ്ങനെ അപമാനിക്കപ്പെട്ടിട്ടും ഭഗവാൻ ഗുഹയ്ക്കുള്ളിലേക്ക് കടന്നു. കാലയവനനും പിന്നാലെ കടക്കുകയും അവിടെ മറ്റൊരുവൻ കിടന്നുറങ്ങുന്നത് കാണുകയും ചെയ്തു. ഇവിടെ ഭഗവാന്റെ ത്യാഗമെന്ന ഐശ്വര്യത്തിന്റെ പ്രകടനമാണ് നാം കാണുന്നത്. തന്റെ പദ്ധതി നിറവേറ്റുവാനും മുചുകുന്ദന് അനുഗ്രഹങ്ങൾ നൽകുവാനും തീരുമാനിച്ച ഭഗവാൻ കാലയവനന്റെ ശകാരവാക്കുകൾ അവഗണിക്കുകയും ശാന്തനായി തന്റെ പദ്ധതിയുമായി മുന്നേറുകയും ചെയ്യുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ത്യാഗം. ഇത്രയും ദൂരം എന്നെ കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ ഒരു സാധുവിനെ പോലെ കിടന്നുറങ്ങുന്നുവോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഉറങ്ങുന്നയാൾ ഭഗവാൻ കൃഷ്ണനാണെന്ന തോന്നലിൽ മൂഢനായ കാലയവനൻ സർവശക്തിയും ഉപയോഗിച്ച് അയാളെ തൊഴിച്ചു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഏറെ കാലമായി ഉറക്കത്തിലാണ്ടിരുന്ന അയാൾ മെല്ലെ കണ്ണു തുറന്ന് ചുറ്റുപാടും നോക്കി. അരികിൽ നിൽക്കുന്ന കാലയവനനെ കാണുകയും ചെയ്തു. ഉണർന്നെഴുന്നേറ്റ അയാൾ കുപിതനായി കാലയവനനെ നോക്കുകയും അയാളുടെ ശരീരത്തിൽ തീ ആളാൻ തുടങ്ങുകയും ചെയ്തു. അല്ലയോ പരീക്ഷിത് മഹാരാജാവേ, കാലയവനൻ ഒരു ക്ഷണത്തിൽ ചാരമായി മാറി. അപ്പോൾ ഇത് ശുകദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, അത് ആരായിരുന്നു? ഏത് കുടുംബത്തിലാണ് അയാളുടെ ജന്മം? എന്തായിരുന്നു അയാളുടെ ശക്തികൾ? യവനനെ നശിപ്പിച്ച അയാൾ എന്തിനാണ് ആ ഗുഹയിൽ വന്ന് ഉറങ്ങിയത്? ഇയാൾ ആരുടെ പുത്രനാണ് എന്നെല്ലാം പരീക്ഷിത് മഹാരാജാവ് അന്വേഷിച്ചു. ശ്രീ ശുക ഉവാച, ശ്രീ ശുകദേവ ഗോസ്വാമി പറഞ്ഞു, ഇക്ഷാകു വംശത്തിൽ മാന്താദാവിന്റെ പുത്രനായി ജനിച്ച ഈ മഹാന്റെ പേര് മുചുകുന്ദൻ എന്നാണ്. ബ്രാഹ്മണ സംസ്കാരത്തിന് ചേരും വിധം ജീവിച്ചു പോന്ന ഇദ്ദേഹം യുദ്ധത്തിൽ കൃത്യനിഷ്ഠയുള്ളവനും ആയിരുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അസുരന്മാരാൽ പീഡിതരായ ഇന്ദ്രാദി ദേവതകൾ വന്നപേക്ഷിക്കുകയാൽ ഏറെക്കാലം മുചുകുന്ദൻ അവരുടെ സംരക്ഷണം ഏറ്റെടുത്തു.
ദേവന്മാർക്ക് കാർത്തികേയനെ സേനാപതിയായി ലഭിച്ചപ്പോൾ അവർ മുചുകുന്ദനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇനി താങ്കൾക്ക് ഞങ്ങളെ പരിപാലിക്കുക എന്ന കഠിനമായ ചുമതലയിൽ നിന്ന് പിന്മാറാം. പകരം നമുക്ക് കാർത്തികേയൻ ഉണ്ടല്ലോ. അങ്ങനെ ഭൂമിയിൽ ശത്രുക്കളില്ലാത്ത സ്വരാജ്യം ഉപേക്ഷിച്ചിട്ട്, അല്ലയോ ധീര, അങ്ങ് സർവ്വമോഹങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങയുടെ സന്താനങ്ങളോ രാജ്ഞിമാരോ ബന്ധുക്കളോ സഹചരന്മാരോ ഉപദേശകരോ സമകാലികരായിരുന്ന പ്രജകളോ ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ കാലപ്രവാഹത്താൽ നീക്കപ്പെട്ടു. അപ്പോൾ നാശമില്ലാത്തതും ശക്തരിൽ വെച്ച് ശക്തരവുമായ കാലം പരമപുരുഷൻ തന്നെയാണ്. ഒരു ഇടയൻ തന്റെ പൈക്കിടാങ്ങളെ എന്ന പോലെ ഭഗവാൻ ജീവികളെ തന്റെ ലീലയായി അങ്ങുമിങ്ങും സഞ്ചരിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അങ്ങേക്ക് എല്ലാ നന്മയും ഉണ്ടാകട്ടെ. ദേവന്മാർ മുചുകുന്ദനെ അനുഗ്രഹിക്കുന്നതാണ് കേൾക്കുന്നത്. ഇപ്പോൾ ദയവായി ഞങ്ങളിൽ നിന്ന് മോക്ഷമൊഴിച്ചുള്ള എന്ത് വരവും സ്വീകരിച്ചാലും. മോക്ഷം തരാൻ അച്യുതനല്ലാതെ വിഷ്ണുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ പറയപ്പെട്ട മുചുകുന്ദ രാജാവ് ആദരവോടെ ദേവന്മാരിൽ നിന്ന് വിടവാങ്ങി ഒരു ഗുഹയിലേക്ക് പോവുകയും അവർ നൽകിയ നിദ്രാസുഖം ആസ്വദിക്കാൻ ശയിക്കുകയും ചെയ്തു. അപ്പോൾ ആ മുചുകുന്ദൻ ഒരു ഗുഹയ്ക്കുള്ളിൽ പോയി ശയിക്കാൻ തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ യവനൻ കത്തിച്ചാരമായി തീർന്നപ്പോൾ സാത്വതന്മാരിൽ വെച്ച് മുഖ്യനായ ഭഗവാൻ ബുദ്ധിമാനായ മുചുകുന്ദന്റെ മുന്നിൽ പ്രത്യക്ഷനായി. ഭഗവാനെ സൂക്ഷിച്ചു നോക്കിയ മുചുകുന്ദൻ അദ്ദേഹം ശ്യാമവർണ്ണനാണെന്നും 4 കരങ്ങൾ ഉണ്ടെന്നും മഞ്ഞപ്പട്ട് വസ്ത്രം ധരിച്ചിരിക്കുന്നുവെന്നും കണ്ടു. മാറിൽ ശ്രീവത്സം എന്ന അടയാളവും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും ദർശിച്ചു. വൈജയന്തി മാല അണിഞ്ഞ് മകരകുണ്ടലങ്ങൾ ശോഭ വർദ്ധിപ്പിക്കുന്ന ശാന്തസുന്ദരവും മനുഷ്യരാശിയുടെ മുഴുവൻ നയനങ്ങളെ ആകർഷിക്കുന്നതുമായ വദനത്തിൽ സ്നേഹപൂർണമായ കടാക്ഷവും മന്ദഹാസവും കണ്ടു. ഭഗവാന്റെ നവയൗവനയുക്തമായ രൂപം അനുപമ സുന്ദരമായിരുന്നു. മതിച്ച സിംഹത്തിൻ്റെതുപോലെ ഗാംഭീര്യമുള്ള നടത്തമായിരുന്നു അവിടത്തേത്. അതിബുദ്ധിശാലിയായ മുചുകുന്ദൻ ആർക്കും തോൽപ്പിക്കാനാവാത്ത ആ തേജസ് കണ്ട് പരവശനായി അമ്പരന്നും ശങ്കിച്ചും ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു. മുചുകുന്ദൻ പറഞ്ഞു, താമര ഇതളുകൾ പോലെ മൃദുലമായ പാദങ്ങൾ കൊണ്ട് മുള്ളുകൾ നിറഞ്ഞ കാട്ടിലൂടെ നടന്ന് പർവ്വത ഗുഹയിലെത്തിയ അങ്ങ് ആരാണ്? എല്ലാ പ്രഭാവശാലികളുടെയും തേജസിന്റെ ഉറവിടമായിരിക്കാം അങ്ങ്. അല്ലെങ്കിൽ ശക്തനായ അഗ്നിദേവനോ സൂര്യദേവനോ ചന്ദ്രദേവനോ സ്വർലോക രാജാവായ ഇന്ദ്രനോ അതോ മറ്റേതെങ്കിലും ഗ്രഹത്തിന്റെ നാഥനായ ദേവനോ ആണോ? ദീപം ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത് പോലെ ഈ ഗുഹയിലെ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവാൻ ത്രിമൂർത്തികളിൽ വെച്ച് മുഖ്യൻ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. തന്റെ പ്രഭയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പർവ്വത ഗുഹയിലെ അന്ധകാരം മാത്രമല്ല മുചുകുന്ദന്റെ ഹൃദയ അന്ധകാരം കൂടി നീക്കം ചെയ്തതായി ശ്രീല വിശ്വനാഥ ചക്രവർത്തി അഭിപ്രായപ്പെടുന്നു. സംസ്കൃതത്തിൽ ചിലപ്പോഴൊക്കെ ഹൃദയത്തെ അഗാധവും നിഗൂഢവുമായ സ്ഥലം എന്ന അർത്ഥത്തിൽ ഗുഹ എന്ന് അലങ്കാര ഭംഗിയോടെ പരാമർശിക്കുക പതിവാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ പുരുഷോത്തമ, അങ്ങയുടെ ജന്മവും കർമ്മവും വംശവും ജിജ്ഞാസുവായ എന്നോട് പറയാൻ വിരോധമില്ലെങ്കിൽ സത്യസന്ധമായി പറയുക. പരമപുരുഷനായ ഭഗവാൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ തീർച്ചയായും നരപുങ്കവൻ അഥവാ മനുഷ്യ സമുദായത്തിലെ ശ്രേഷ്ഠനും ഉത്തമനുമായ വ്യക്തിയായി മാറും. ശരിക്കും ഭഗവാൻ ഒരു മനുഷ്യനല്ല. തുടർന്നുള്ള മുചുകുന്ദന്റെ ചോദ്യങ്ങൾ ഈ വസ്തുതയിലേക്ക് നയിക്കുന്നവയാണ്. തന്റെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായി മുചുകുന്ദൻ അന്വേഷിക്കുന്നു എന്നാണ് ശുശ്രൂഷത അഥവാ കേൾക്കാൻ ഉത്സുകരായ ഞങ്ങൾക്ക് എന്ന പദം സൂചിപ്പിക്കുന്നത്. ശ്ലോകത്തെ 31 പറയുന്നു, അല്ലയോ പുരുഷ വ്യാക്രമേ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്ഷാകു എന്ന രാജാവിന്റെ പിൻഗാമികളും ക്ഷത്രിയരുമായവരുടെ കുടുംബത്തിൽ ജനിച്ചവനാണ് ഞാൻ. മുചുകുന്ദൻ എന്ന പേരോടുകൂടിയ ഞാൻ യൗവന അശ്വന്റെ പുത്രനാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വൈദിക സംസ്കാരത്തിൽ ക്ഷത്രിയർ പൊതുവെ തങ്ങളെ വിനയപൂർവം ക്ഷത്രബന്ധു അഥവാ ക്ഷത്രിയ കുടുംബത്തിലെ അംഗം അഥവാ പതിതനായ ക്ഷത്രിയൻ എന്നാണ് ഉള്ളത്. കുടുംബ ബന്ധങ്ങളുടെ പേരിൽ സ്ഥാനമാനങ്ങൾ അവകാശപ്പെടുന്നത് അധപ്പതിച്ച ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നുവെന്നാണ് പൗരാണിക വേദ സംസ്കാരത്തിൽ കരുതപ്പെടുന്നത്. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും അവരുടെ സ്വന്തം കഴിവിന്റെയും ജോലിയുടെയും
സ്വഭാവത്തിന്റെയും ഗുണനിലവാരത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പദവി നൽകേണ്ടത്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണ കർമ്മ വിഭാഗശ. അതായത് ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ തരംതിരിക്കേണ്ടത്, അല്ലാതെ ജനിക്കുന്ന കുലത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്ന് സാരം. അപ്പോൾ ഏതൊരു കുലത്തിൽ ജനിച്ചാലും ഒരു ശൂദ്രനായി പിറന്നാൽ പോലും ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി നേടിയാൽ അവന് ബ്രാഹ്മണനായി കഴിയാം, അല്ലെങ്കിൽ അവനെ ബ്രാഹ്മണനായി അംഗീകരിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ഏറെ കാലം ഉണർന്നിരുന്നതിന്റെ ഫലമായി ഇന്ദ്രിയങ്ങളെല്ലാം തളർന്ന ഞാൻ ഈ ഏകാന്ത സ്ഥലത്ത് സുഖമായി ഉറങ്ങുകയായിരുന്നു. ഇപ്പോൾ ആരോ എന്നെ ഉണർത്തിയിരിക്കുന്നു. എന്നെ ഉണർത്തിയ വ്യക്തി സ്വന്തം പാപകർമ്മ ഫലമായി കത്തിച്ചാരമായി തീർന്നു. അപ്പോഴാണ് ശത്രുവിനാശകനും പ്രകാശപൂർണനുമായ അങ്ങയെ ഞാൻ കാണാൻ ഇടയായത്. കാലയവനൻ തന്നെ ശ്രീകൃഷ്ണന്റെയും യദുവംശത്തിന്റെയും ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു. ആ വിഡ്ഢിയായ യവനന്റെ ശത്രുത മുചുകുന്ദനിലൂടെ ശ്രീകൃഷ്ണൻ ഇല്ലാണ്ടാക്കി. അങ്ങയുടെ അസഹനീയമാം വിധം ഉജ്ജ്വലമായ തേജസ് നമ്മുടെ ശക്തിയെ കെടുത്തുന്നതിനാൽ എന്റെ നോട്ടം അങ്ങയിലേക്ക് ഉറപ്പിക്കുവാനാകുന്നില്ല. അല്ലയോ മഹാശ്രേഷ്ഠ, എല്ലാ ജീവജാലങ്ങളാലും നമസ്കരിക്കപ്പെടാൻ അർഹനാണ് അങ്ങ്. അപ്പോൾ മുചുകുന്ദന്റെ തീഷ്ണമായ നോട്ടത്തിൽ കത്തിച്ചാരമായി തീർന്നു കാലയവനൻ. അതേസമയം അതേ നോട്ടം ഭഗവാനിലെത്തിയപ്പോൾ അയാൾക്ക് ഭഗവാന്റെ പ്രകാശകാന്തി താങ്ങാനാകുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ കണ്ണുകൾക്ക് ആ ഭഗവാന്റെ ആ ശരീരകാന്തി സഹിക്കാനും അപ്പുറത്തുള്ളതായിരുന്നു പ്രഭാപൂരം എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ശുകദേവ് ഗോസ്വാമി തുടർന്ന് പറഞ്ഞു, ഇപ്രകാരം രാജാവിനാൽ സംബോധന ചെയ്യപ്പെട്ടപ്പോൾ സർവഭൂതങ്ങൾക്കും ഉറവിടമായ ഭഗവാൻ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇടിനാദം പോലെ ഗംഭീരമായ സ്വരത്തിൽ മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാൻ പറഞ്ഞു, അല്ലയോ എൻ്റെ പ്രിയ മിത്രമേ, ആയിരക്കണക്കിന് ജന്മങ്ങളും ആയിരക്കണക്കിന് ജീവിതങ്ങളും ആയിരക്കണക്കിന് നാമധേയങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അവ അനന്തമായതിനാൽ എനിക്ക് പോലും അവയെ എണ്ണി തീർക്കുവാനാവില്ല. അനേകം ജന്മങ്ങൾ കൊണ്ട് ഒരുവന് ഭൂമിയിലെ പൊടികൾ എണ്ണി തീർക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെ എൻ്റെ ജന്മങ്ങളെയും കർമ്മങ്ങളെയും ഗുണങ്ങളെയും നാമങ്ങളെയും ആർക്കും തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ രാജാവേ, 3 കാലങ്ങളിലുമുള്ള എൻ്റെ ജന്മങ്ങളെ എണ്ണിക്കൊണ്ടിരിക്കുന്ന മഹാഋഷിമാർക്ക് പോലും അവരുടെ അന്ത്യം കാണാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അല്ലയോ മിത്രമേ, അങ്ങയോട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ ജന്മകർമാദികളും നാമവും പറയാം. ദയവായി ശ്രവിച്ചാലും. കുറച്ചു കാലം മുമ്പ് ബ്രഹ്മാവ് ധർമ്മത്തെ സംരക്ഷിക്കുവാനും ഭൂമിക്ക് ഭാരമായ അസുരന്മാരെ വധിക്കുവാനും എന്നോട് അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ യദുകുലത്തിൽ ആനക ദുന്ദുഭിയുടെ ഗൃഹത്തിൽ വന്നവതരിച്ചു. വസുദേവന്റെ പുത്രനാകയാൽ എന്നെ ആളുകൾ വാസുദേവൻ എന്ന് വിളിക്കുന്നു. കംസനായി പുനർജനിച്ച കാലനേമിയെയും പ്രലംബനെയും മറ്റു ധർമ്മ വൈരികളെയും ഞാൻ വധിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ അല്ലയോ രാജാവേ, അങ്ങയുടെ തീക്ഷ്ണമായ നോട്ടത്താൽ ഈ കാലയവനനും ചാരമായി മാറി. പണ്ട് എന്നെ തുടർച്ചയായി പ്രാർത്ഥിച്ചിട്ടുള്ള നിന്നോട് കരുണ കാണിക്കാനായി ഇന്നീ ഗുഹയിൽ ഭക്തവത്സലനായ ഭഗവാൻ നേരിട്ട് വന്നിരിക്കുന്നു. മുചുകുന്ദൻ ഭഗവാന്റെ ഭക്തനായിരുന്നുവെന്ന് ഈ ശ്ലോകം വ്യക്തമാക്കുന്നു. ഭഗവാന്റെ ദർശനത്തിനായി അയാൾ പ്രാർത്ഥിക്കുകയും ഇപ്പോഴിതാ ആ ഭക്തി നിർഭരമായ പ്രാർത്ഥന ഭഗവാൻ കേൾക്കുകയും ചെയ്തിരിക്കുന്നു. ശ്ലോകം 43 പറയുന്നു, അല്ലയോ പുണ്യവാനായ രാജാവേ, എന്നിൽ നിന്ന് എന്തെങ്കിലും വരം സ്വീകരിച്ചു കൊള്ളുക. അങ്ങയുടെ ആഗ്രഹങ്ങൾ ഞാൻ സഫലീകരിക്കാം. എന്നെ തൃപ്തിപ്പെടുത്തിയ ഒരുവന് പിന്നീട് ഒരിക്കലും ദുഃഖിക്കേണ്ടിയും വരില്ല. അപൂർണരെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴോ എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴോ ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതെ വരുമ്പോഴോ ആണ് നാം വിലപിക്കുക എന്ന് ആചാര്യന്മാർ വിശദീകരിക്കുന്നു. കൃഷ്ണനെ സംതൃപ്തനാക്കുകയും ഭഗവാന്റെ കാരുണ്യം നേടുകയും ചെയ്തവർ പിന്നീട് ഒരിക്കലും ഈ വിധത്തിൽ കഷ്ടപ്പെടുകയില്ല. എല്ലാ ആനന്ദങ്ങളുടെയും സംഭരണിയാണ് ഭഗവാൻ, സച്ചിദാനന്ദ വിഗ്രഹ. അദ്ദേഹത്തിന്റെ എല്ലാ ജീവാത്മാക്കളുമായും അദ്ദേഹത്തിന്റെ ആത്മീയ ആനന്ദം പങ്കുവയ്ക്കുന്നത് ആഹ്ലാദം തന്നെയാണ്. നാം ഭഗവാനുമായി സഹകരിച്ചാൽ മാത്രം ഈ ആനന്ദം അനുഭവിച്ചറിയാനും സാധിക്കും. അങ്ങനെ ശ്രീ ശുക ഉവാച, ശ്രീ ശുകദേവ ഗോസ്വാമി അരുളി ചെയ്തു. ഇത് കേട്ട മുചുകുന്ദൻ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു, നമസ്കരിച്ചു. അപ്പോൾ മുനിയുടെ വാക്കുകൾ ഓർമ്മിച്ച അദ്ദേഹം കൃഷ്ണനെ പരമപുരുഷനായ
നാരായണനാണെന്ന് ആഹ്ലാദപൂർവം തിരിച്ചറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞു: ഭഗവാൻ ചതുർഭുജ രൂപിയായ നാരായണനായിട്ടാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതെങ്കിലും മുചുകുന്ദൻ ശ്രീകൃഷ്ണൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. ഇതൊക്കെ സംഭവിക്കുന്നത് ശ്രീകൃഷ്ണ ലീലകളുടെ സന്ദർഭത്തിലും ആണ്. വിഷ്ണുവിന്റെ അഥവാ നാരായണന്റെ ചതുർഭുജ രൂപങ്ങളൊക്കെ ശ്രീകൃഷ്ണന്റെ വിസ്തരണങ്ങളാണെന്ന് വൈഷ്ണവർക്ക് മാത്രം മനസ്സിലാകും. അതിനാൽ കൃഷ്ണലീലകളിൽ തന്നെ വിഷ്ണു ലീലകളും ഉൾപ്പെടാം. അത്തരത്തിലാണ് പരമപുരുഷന്റെ ഗുണങ്ങളും കർമ്മങ്ങളും. നമുക്ക് അസാധാരണവും അസാധ്യവുമായ പ്രവൃത്തികൾ ഭഗവാന് സാധാരണവും ആയാസരഹിതവുമായ വിനോദങ്ങളാണ്. 28ാമത്തെ മന്വന്തരത്തിൽ ഭഗവാൻ അവതരിക്കുമെന്ന് പണ്ട് ഗർഗമുനി പ്രവചിച്ചിട്ടുള്ള കാര്യം മുചുകുന്ദന് അറിയാമായിരുന്നു. അതായത് മുചുകുന്ദന് ഭഗവാനെ നേരിൽ കാണാൻ സാധിക്കുമെന്ന് ഗർഗമുനി തുടർന്ന് പറഞ്ഞതായി ആചാര്യ വിശ്വനാഥനും പറയുന്നു. ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. അതായത് 28ാമത്തെ ദിവ്യയുഗത്തിൽ ഭഗവാൻ സ്വയം അങ്ങനെ കൃഷ്ണാസ്തു സ്വയം ഭഗവാനായി വന്ന് അവതരിക്കും എന്നാണ് ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഇവിടെ ആചാര്യന്മാർ സൂചിപ്പിക്കുന്നത്. ശ്ലോകം 45 പറയുന്നു: ശ്രീ മുചുകുന്ദൻ പറഞ്ഞു, ഹേ ഭഗവാൻ, ഈ ഭൂമിയിലെ സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും അങ്ങയുടെ മായാശക്തിയാൽ വിമോഹിതരാണ്. എന്താണ് യഥാർത്ഥ ശ്രേയസ് എന്ന് തിരിച്ചറിയാത്തതിനാൽ അങ്ങയെ ഭജിക്കാതെ അവർ കുടുംബ വ്യവഹാരങ്ങളിൽ കുടുങ്ങി ആനന്ദം അന്വേഷിച്ച് വഞ്ചിതരാകുന്നു. അവയാകട്ടെ യഥാർത്ഥത്തിൽ ദുഃഖത്തിന്റെ പ്രഭാവങ്ങളുമാണ്. ഭൗതികമായ ഒരു വരവും ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് മുചുകുന്ദൻ ഉടനടി വ്യക്തമാക്കി. എല്ലാവിധ ഭൗതികമായ ലാഭങ്ങൾക്കും വേണ്ടി മതത്തെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യരെക്കാൾ ആത്മീയമായി എത്രയോ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു മുചുകുന്ദൻ. അർത്ഥം എന്ന വാക്കിന് മൂല്യം എന്നാണ് അർത്ഥം. അതിന്റെ വിപരീതമായ അനർത്ഥത്തിന് വിലയില്ലാത്തതെന്നോ മൂല്യമില്ലാത്തതെന്നോ അർത്ഥം. അപ്പോൾ അനർത്ഥ ദൃക്ക് എന്ന പദം എന്താണ് ശരിയായ മൂല്യമെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത വിലയില്ലാത്ത വസ്തുക്കളിൽ ദൃഷ്ടി ഉറപ്പിച്ച വ്യക്തിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ദുർലഭമായ മനുഷ്യജന്മം ലഭിച്ചിട്ടും അങ്ങയെ ഭജിക്കാത്ത ഒരുവൻ മലിനമായ മനോബുദ്ധി ഉള്ളവനാണെന്ന് മുചുകുന്ദൻ പറയുന്നു. അന്ധകൂപത്തിൽ അകപ്പെട്ട ഒരു മൃഗത്തെ പോലെ അയാൾ ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ പതിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാം അവസ്ഥ അതുപോലെയാണ്. ആരാണോ ഭഗവാന്റെ സ്തുതികളിൽ ഏർപ്പെടുകയും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന്റെ ലീലകളെ പറ്റിയെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലാക്കാനും അറിയാനും സാധിക്കൂ. ഹേ അജയ്യനായ ഭഗവാനെ, ഒരു രാജാവെന്ന നിലയിൽ എനിക്കുള്ള അധികാരവും സമ്പത്തും കാരണം കൂടുതൽ മത്തനായി ഞാൻ കാലം മുഴുവൻ പാഴാക്കി. ഈ നശ്വരദേഹം ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് മക്കൾ, ഭാര്യമാർ, ഖജനാവ്, ഭൂമി എന്നിവയിൽ മമത ഏറിയിട്ട് ഞാൻ അവസാനമില്ലാത്ത ഉത്കണ്ഠയും അനുഭവിച്ചു. അപ്പോൾ ലൗകികമായ കാര്യങ്ങൾക്കായി മനുഷ്യജന്മത്തെ ദുര്യോപയോഗപ്പെടുത്തുന്നവരെ കഴിഞ്ഞ ശ്ലോകത്തിൽ അപലപിച്ചിട്ട് ഇപ്പോൾ മുചുകുന്ദൻ താനും ആ വിഭാഗത്തിൽ പെട്ടിരുന്നുവെന്ന് സമ്മതിക്കുന്നു. മുചുകുന്ദൻ ബുദ്ധിപൂർവ്വം ഇപ്പോൾ ഭഗവാന്റെ സത്സംഗത്തെ ഉപയോഗപ്പെടുത്താനും എന്നേക്കുമായി ഒരു ശുദ്ധഭക്തനാകുവാനും ആഗ്രഹിക്കുന്നു എന്നാണ് അർത്ഥം. ഒരു കുടമോ ചുമരോ പോലുള്ള ഒരു ഭൗതിക വസ്തു മാത്രമായ ഈ ശരീരമാണ് താൻ എന്ന അഹങ്കാരത്തോടെ ഞാൻ കരുതി. മനുഷ്യർക്കിടയിലെ ദേവനാണെന്ന് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് തേരും കുതിരയും ആനയും കാലാൾപ്പടയും സേനാധിപന്മാരുമൊത്ത് എന്റെ ഗർവ് കൊണ്ടുണ്ടായ മതിഭ്രമത്താൽ അങ്ങയെ അവഗണിച്ചുകൊണ്ട് ഞാൻ ലോകം ചുറ്റി. അപ്പോ മുചുകുന്ദൻ സ്വന്തം അവസ്ഥ ഓർക്കുകയാണ്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചിന്തയാൽ മത്തുപിടിച്ച് ഇന്ദ്രിയ സുഖങ്ങളിൽ ആനന്ദം കണ്ടെത്തി നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് അങ്ങയെ അഭിമുഖീകരിക്കുന്നു. അങ്ങ് സദാ ജാഗരൂകനാണ്. വിശപ്പിനാൽ വിഷപ്പല്ല് നീക്കി നക്കുന്ന പാമ്പ് എലിയുടെ മുന്നിൽ എന്ന പോലെ ആ പുരുഷന്റെ മുന്നിൽ കാലനായി അങ്ങ് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ പ്രമത്തം എന്നും അപ്രമത്തം എന്നുമുള്ള വാക്കുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഭൗതിക ലോകത്തെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നവർ പ്രമത്തരാണ്. മതിഭ്രമത്തിൽ അകപ്പെട്ടവർ, അല്ലെങ്കിൽ പരിഭ്രമിച്ചവർ, അല്ലെങ്കിൽ മോഹത്താൽ ഉന്മത്തരായവർ എന്നാണ് പറയുക. പക്ഷെ ഭഗവാൻ അപ്രമത്തനാണ്. അതായത് ജാഗ്രതയുള്ള, സ്വബോധമുള്ള, പരിഭ്രാന്തിയില്ലാത്ത ഭഗവാൻ എന്നാണ് അർത്ഥം. അപ്പോൾ പണ്ട് മത്തഗജങ്ങളുടെ പുറത്തും സ്വർണരഥങ്ങളിലും സഞ്ചരിച്ച
രാജാവ് എന്നറിയപ്പെട്ട ആ ശരീരം തന്നെ അങ്ങയുടെ പ്രതിരോധിക്കാനാവാത്ത കാലത്തിന്റെ ശക്തിയാൽ മലം, കൃമി, ഭസ്മം എന്നൊക്കെയായി മാറുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ അവസ്ഥയാണ് മുചുകുന്ദൻ തന്റെ അവസ്ഥയിലൂടെ വിവരിക്കുന്നത്. എല്ലാ ദിക്കുകളെയും ജയിച്ച് എതിരാളികളില്ലാതെ പണ്ട് സമന്മാരായിരുന്ന രാജാക്കന്മാരാൽ വാഴ്ത്തപ്പെട്ട് ശ്രേഷ്ഠമായ രാജസിംഹാസനത്തിൽ ഇരിക്കുന്നവനും രതിസുഖം ലഭിക്കുന്ന സ്ത്രീകളുടെ കിടപ്പറയിൽ കയറിയാൽ അവരുടെ വളർത്തു മൃഗത്തെ പോലെയായി മാറുന്നു. ഇപ്പോഴനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തിയും അധികാരവും ലഭിക്കണമെന്ന ആഗ്രഹത്താൽ രാജാക്കന്മാർ വ്രതങ്ങൾ അനുഷ്ഠിച്ചും ഭോഗങ്ങളെ ഉപേക്ഷിച്ചും വളരെ കർശനമായി തങ്ങളുടെ കടമകൾ നിർവഹിക്കുന്നു. ഞാൻ സ്വതന്ത്രനും പരമാധികാരിയുമാണ് എന്ന് ചിന്തിക്കുന്ന അവരുടെ ആഗ്രഹങ്ങൾ വളരെ അനിയന്ത്രിതമാകയാൽ അവർക്കൊരിക്കലും പെർമനന്റ് ഹാപ്പിനെസ് ലഭിക്കുന്നില്ല. ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു ആത്മാവിന്റെ ഭൗതിക ജന്മം അവസാനിക്കുമ്പോൾ, അല്ലയോ അച്യുത, അയാൾക്ക് അങ്ങയുടെ ഭക്തരുമായി സംഘം ഉണ്ടായേക്കാം. അവരുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോൾ അവന് ഭക്തന്മാരുടെ പരമലക്ഷ്യവും സർവ്വതിന്റെയും കാരണവും ഫലവും ആയ അങ്ങയിൽ ഭക്തി ഉണ്ടാകുന്നു. അല്ലയോ പ്രഭോ, എനിക്ക് രാജ്യത്തോടുള്ള മമത സ്വാഭാവികമായി ഇല്ലാതായത് അങ്ങയുടെ കരുണ കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. വൻ സാമ്രാജ്യങ്ങളുടെ ശ്രേഷ്ഠരായ ഭരണാധിപന്മാർ ഏകാന്ത ജീവിതം നയിക്കാൻ വനം പോകാൻ ആഗ്രഹിക്കുന്ന വേളയിൽ പ്രാർത്ഥിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ശ്ലോകം 55 പറയുന്നു, അല്ലയോ സർവശക്ത, അങ്ങയുടെ പാതാരബിന്ദങ്ങളെ സേവിക്കുന്നത് ഒഴികെയുള്ള ഒരു വരവും എനിക്ക് ആഗ്രഹമില്ല. ഭൗതിക ആസക്തികൾ വെടിഞ്ഞവരൊക്കെ ആശിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണല്ലോ. അല്ലയോ മോക്ഷപ്രദായകനായ ശ്രീഹരി, ആത്മാവബോധം ലഭിച്ച് അങ്ങയെ ആരാധിക്കുന്ന ഏതൊരുവനാണ് ബന്ധനത്തിന് കാരണമാകുന്ന വരം ചോദിക്കുക. മുചുകുന്ദൻ ആഗ്രഹിക്കുന്ന എന്തും നൽകാമെന്ന് ഭഗവാൻ പ്രസ്താവിച്ചു. മുചുകുന്ദനാകട്ടെ ഭഗവാനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചില്ല. ഇതാണ് പരിശുദ്ധമായ കൃഷ്ണാവബോധം, അല്ലെങ്കിൽ പരമമായ ഭക്തി. അതിനാൽ സത്വരജസ്തമ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ഭൗതിക മോഹങ്ങളും വെടിഞ്ഞ് പരമപുരുഷനായ ഭഗവാനെ അഭയം പ്രാപിക്കണം. നിരഞ്ജനനും നിർഗുണനും പരമനിരപേക്ഷ സത്യവും ശുദ്ധജ്ഞാന സ്വരൂപനുമാണ് ഭഗവാൻ. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനായി സ്ഥിതി ചെയ്യുന്നവനെ ഭഗവാൻ എന്ന് നിർഗുണൻ എന്ന വാക്ക് ഇവിടെ സൂചിപ്പിക്കുന്നു. ശ്രീകൃഷ്ണന്റെ ശരീരം ഭൗതിക പ്രകൃതി കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നതെന്ന് ചിലർ ചിന്തിച്ചേക്കാം. പക്ഷേ അദ്വയം എന്ന പദം ആ വാദത്തെ ഇല്ലാണ്ടാക്കുന്നു. ഭഗവാനിൽ ആത്മാവ്, ശരീരം എന്നിങ്ങനെ ദ്വന്ദ്വ അവസ്ഥയില്ല. ഭഗവാന്റെ ശരീരവും ആത്മാവും ശാശ്വതവും ദിവ്യവുമായ ഒന്ന് തന്നെയായിരിക്കുന്നു. അപ്പോ അതീന്ദ്രിയമായിട്ടുള്ള ശരീരമാണ് ഭഗവാന്റേത്. ഭഗവാന്റെ ആ ശരീരത്തിനുള്ളിൽ അതീന്ദ്രനായിട്ടുള്ള ആത്മാവും അതീന്ദ്രൻ തന്നെയാണ്. അപ്പൊ ആത്മാവും ശരീരവും രണ്ടായിട്ടല്ല ഭഗവാനിൽ ഉള്ളത്, രണ്ടും ഒന്നായിട്ട് തന്നെയാണ്. പക്ഷെ മനുഷ്യജീവികളായിട്ടുള്ള നമ്മുടെ ഉള്ളിൽ ആത്മാവും ശരീരവും രണ്ടും രണ്ടാണ്. അതായത് സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും എന്നിങ്ങനെ രണ്ട് ശരീരമുണ്ട്. ദേഹവും ദേഹിയും. മരിക്കുമ്പോൾ ദേഹി പുറത്തു പോകുന്നു, ദേഹം ജഡമാകുന്നു. എന്നാൽ ഭഗവാൻ അവതരിക്കുകയും തിരോധാനം നടത്തുകയും ചെയ്യുന്നു എന്നാണ് അർത്ഥം. അല്ലാതെ ഭഗവാൻ നമ്മളെപ്പോലെ ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. അതിന് കാരണം ഭഗവാന്റെ ശരീരവും ആത്മാവും അതീന്ദ്രിയമാണ് എന്നതാണ് സത്യം. ഏറെക്കാലമായി ഈ ലോകത്തിലെ കഷ്ടപ്പാടുകളാൽ പീഡിതനായി ഞാൻ വ്യസനിച്ചു. തൃപ്തിപ്പെടുത്താനാകാത്ത എൻ്റെ 6 ശത്രുക്കളാൽ എനിക്ക് ശാന്തി കാണാനായില്ല. 6 ശത്രുക്കൾ എന്ന് ഉദ്ദേശിച്ചത് മനസ്സുൾപ്പെടെയുള്ള പഞ്ചേന്ദ്രിയങ്ങളാണ്. അതിനാൽ അല്ലയോ അഭയദായക, ഹേ പരമാത്മൻ, എന്നെ രക്ഷിച്ചാലും ഒരുവനെ ഭയത്തിൽ നിന്നും ശോകത്തിൽ നിന്നും മോചിപ്പിക്കുന്ന സത്യസന്ധമായ അങ്ങയുടെ പാദങ്ങളെ ഭാഗ്യം കൊണ്ട് ആപത്തുകൾക്ക് നടുവിലും ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, പരമപുരുഷനായ ഭഗവാൻ പറഞ്ഞു, ഹേ സർവഭൂമിക്കും അധിപനായ മഹാരാജാവേ, അങ്ങയുടെ മനസ്സ് നിർമ്മലവും ശക്തവുമാണ്. അങ്ങയെ വരങ്ങളാൽ പ്രലോഭിപ്പിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടും ഭൗതിക മോഹങ്ങളാൽ അങ്ങയുടെ മനസ്സ് കീഴടക്കപ്പെട്ടില്ല. അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, അങ്ങ് പ്രലോഭനങ്ങളിൽ മുഴുകി വഞ്ചിതനാവുകയില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് വരങ്ങൾ കൊണ്ട് ഭഗവാനെ മോഹിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത് എന്നറിയുക. എന്റെ ശുദ്ധഭക്തരുടെ ബുദ്ധി ഒരിക്കലും ഭൗതികങ്ങളായ അനുഗ്രഹങ്ങൾ കൊണ്ട് വ്യതിചലിക്കുകയില്ല എന്നതാണ് സത്യം. പ്രാണായാമം തുടങ്ങിയതിൽ മുഴുകിയിരിക്കുന്ന അഭക്തരുടെ മനസ്സുകളിൽ ഭൗതിക ആസക്തികളുടെ വാസന പൂർണ്ണമായി മാഞ്ഞു പോകുന്നില്ല.
അതിനാൽ അല്ലയോ രാജാവേ, അവരുടെ മനസ്സുകളിൽ വീണ്ടും ഭൗതിക ആസക്തികൾ ഉദിച്ചുയരുന്നതായി കാണാം. ഈ പ്രാണായാമം, യമ, നിയമ, പ്രത്യാഹാര എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന യോഗികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഭഗവാനിൽ മനസ്സുറപ്പിച്ച മനസ്സുമായി യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക. ഇതുപോലുള്ള അചഞ്ചലമായ ഭക്തി നിനക്ക് സദാ ഭഗവാനിൽ ഉണ്ടാകട്ടെ, എന്നിൽ ഉണ്ടാകട്ടെ. അപ്പോൾ ക്ഷത്രിയ ധർമ്മത്തിന് ഉചിതമായി നീ അനേകം ജീവജാലങ്ങളെ വേട്ടയ്ക്കിടയിലും മറ്റു കടമകൾക്കിടയിലും കൊന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതായ പാപങ്ങളെ എന്നെ ശരണം പ്രാപിച്ചുകൊണ്ട് സൂക്ഷ്മമായ തപസ്സിനാൽ ഇല്ലായ്മ ചെയ്യുക. അല്ലയോ രാജാവേ, അടുത്ത ജന്മത്തിൽ തന്നെ അങ്ങ് എല്ലാ ജീവജാലങ്ങൾക്കും അഭ്യുദയകാംക്ഷിയായ ഉത്തമ ബ്രാഹ്മണ ആവുകയും നിശ്ചയമായും എന്നെ പ്രാപിക്കുകയും ചെയ്യും. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി. അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അഭ്യുദയകാംക്ഷിയായി എന്നെ അറിയുന്നവന് ശാന്തി ലഭിക്കുന്നു എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഭഗവാൻ മായാസമുദ്രത്തിൽ നിപതിച്ച ബദ്ധാത്മാക്കളെ രക്ഷിക്കാൻ ശ്രീകൃഷ്ണനും അദ്ദേഹത്തിന്റെ ശുദ്ധഭക്തന്മാരും ഒന്നിച്ച് ഒരുപോലെ ശ്രമിക്കുന്നു. ഇതാണ് യഥാർത്ഥ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ വ്യാഖ്യാനം. അപ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ മുചുകുന്ദ മോക്ഷം എന്ന 51-ാം അധ്യായത്തിന് ദിവ്യ പൂജ ശ്രീമദ് ദേശി ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദരുടെ എളിയ ശിഷ്യന്മാർ നൽകിയ ഭാഷ്യം ഇപ്രകാരം സമാപിക്കുന്നു. ഹരിബോൽ, ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ദയവായി ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു.